അയ്യോ ചേച്ചി, എന്തിനാ സോറി പറയുന്നത്? ചേച്ചിയുടെ സംശയം ന്യായമല്ലേ? നിങ്ങളെയൊക്കെ പറ്റിച്ചല്ലേ ഞാൻ ആദ്യമായി ഈ വീട്ടിലേക്ക് വന്നത്. അല്ലെങ്കിലും നേരായ മാർഗത്തിലൂടെ വന്നാൽ ഈ വീട്ടിൻ്റെ പടി ചവിട്ടാനുള്ള യോഗ്യതയുണ്ടോ നിനക്ക്? ഇതിപ്പോൾ ഇങ്ങനെയുള്ള കള്ളം പറഞ്ഞ് രുദ്രനെ വശത്താക്കി ഇവിടെ കയറി പറ്റിയതല്ലേ? മോഹിനിയുടെ കരച്ചിൽ കണ്ടു വല്ലാതെയായ റൂഹി അവളെ എങ്ങനെ സമാധാനിപ്പിക്കും എന്ന് കരുതുമ്പോഴാണ് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഫാമയുടെ വരവ്. മമ്മി! ഫാമ പറഞ്ഞത് കേട്ട് റൂഹി ആകെ വല്ലാതെയായി. എന്തൊക്കെയായിരുന്നു? ഏതാണ്ട് വലിയ ബിസിനസ് ഫാമിലിയിലെ ഒറ്റമകൾ, മോഡലിംഗ് പാഷൻ. ഹോ, എനിക്കൊന്ന് ഇവളെ കണ്ടപ്പോഴേ അറിയായിരുന്നു ഏതാണ്ട് ലോ ക്ലാസ് ആണെന്ന്. ഏതായാലും വെറുമൊരു കെയർ ഓഫിൽ വന്ന് കയറിയതല്ലേ. അപ്പോൾ ഫാമ ആൻറ്റി! രുദ്രൻ്റെ അലർച്ച ആ ഹാളിനെ മുഴുവൻ ഞെട്ടിക്കുന്നതായിരുന്നു. സ്റ്റെയറിന് മുകളിൽ ദേഷ്യം കൊണ്ട് വിറഞ്ഞു നിൽപ്പുണ്ട് രുദ്രൻ. ഫാമയുടെ സംസാരം മുഴുവൻ അവൻ കേട്ടിട്ടുണ്ട് എന്ന് വ്യക്തം. മുറുകിയ മുഖത്തോടെ പടികളിറങ്ങി വരുന്ന രുദ്രനെ ഫാമ പേടിയോടെ നോക്കി. രുദ്രൻ്റെ ദേഷ്യം അവർക്കറിവില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. ആരാരെ വശത്താക്കിയാണ് അകത്ത് കയറി പറ്റിയതെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. രുദ്ര, മതി ഫാമ ആൻറ്റി. എനിക്ക് കൂടുതൽ വിശദീകരണമൊന്നും കേൾക്കണമെന്നില്ല. ഇനിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ താൻ അതിരുവിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് രുദ്രനറിയാം. അതുകൊണ്ട് തന്നെ അവൻ സംയമനം പാലിച്ചു. സൂര്യവർദ്ധൻ്റെ നിർബന്ധപ്രകാരമാണ് വിവാഹശേഷം മാൻഷനിലേക്ക് താമസം മാറ്റാൻ രുദ്രൻ തീരുമാനിച്ചത്. എന്നാൽ ഈ പോക്ക് പോകുകയാണെങ്കിൽ ഉടൻ തന്നെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികേണ്ട ലക്ഷണം കാണുന്നുണ്ട്. രുദ്രൻ്റെ വായിൽ നിന്നും കൂടുതൽ എന്തെങ്കിലും കേൾക്കണ്ടല്ലോ എന്ന് കരുതി ഫാമ പിന്നെ അവിടെ നിന്നില്ല. സോറി രുദ്രൻ ഭയ്യ, മമ്മിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. സ്വന്തം അമ്മയുടെ പ്രവൃത്തിയിൽ ആകെ നാണം കെട്ടുപോയിരുന്നു റൂഹി. ഹേയ്, നീ എന്തിനാ ആൻറ്റിയുടെ തെറ്റിന് മാപ്പ് ചോദിക്കുന്നത് റൂഹി? അത് വിട്ടുകള. എന്നാലും ഐ ആം റിയലി സോറി ഭയ്യ. സോറി മോഹിനി. അയ്യോ ചേച്ചി, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നടന്നതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ഒരു കസേര വലിച്ചിട്ട് രുദ്രനും ഒരു പ്ലേറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിയെടുത്തു. പിന്നെ മൂവരും ചേർന്ന് ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു. ഈ മൂവരും ചേർന്നു എന്ന് പറഞ്ഞാൽ രുദ്രനും റൂഹിയും സംസാരിക്കുമ്പോൾ മോഹിനി ഒക്കെയും മൂളിക്കേട്ടു എന്നേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിനു ശേഷം മുറിയിലേക്ക് വന്ന മോഹിനി കാണുന്നത് നിർത്താതെ ബെല്ലടിക്കുന്ന തൻ്റെ ഫോണാണ്. നോക്കുമ്പോൾ ഏതോ ഒരു പരിചയമില്ലാത്ത നമ്പറും. ഒരു നിമിഷം അതെടുക്കണോ എന്നവൾ ശങ്കിച്ചു. ആരാ? അമ്മയാണോ? മോഹിനിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വന്ന രുദ്രൻ ചോദിച്ചു. എൻ്റെ ഫോണിൽ പലരും വിളിക്കും. അതിൻ്റെയൊക്കെ കണക്കെടുക്കാൻ നിങ്ങളാരാ? ദൈവമേ, ഈ പെണ്ണ് രാവിലെ തന്നെ ഉടക്കുവാണല്ലോ. എൻ്റെ പൊന്നോ, ഞാനൊരു കുശലം ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും ചോദിക്കണ്ട, എനിക്കതൊന്നും ഇഷ്ടമല്ല. ഓഹോ, എന്ന് മുതലാണെൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു ഇഷ്ടക്കേട് വന്നത്? മോഹിനിയെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് തോളിടുക്കിൽ താടി അമർത്തി അവൻ ചോദിച്ചു. ഇതെന്തായി കാണിക്കുന്നത്? അവൻ്റെ ആ പ്രവൃത്തി ഇഷ്ടമാകാതെ അവൾ ഒന്ന് കുതറി. അടങ്ങി നിൽക്ക് പെണ്ണേ, നീ ഇതെന്തിനായി കുതറുന്നത്? എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല, അതുകൊണ്ട്. പക്ഷേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ കേട്ടോ. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഈ റോസാപ്പൂ കവിളിൽ ഇങ്ങനെ കടിച്ച് ഉമ്മ വയ്ക്കാൻ പാകത്തിനൊരു ഇഷ്ടം. പറഞ്ഞു കഴിഞ്ഞതിന് രുദ്രൻ്റെ പല്ലുകൾ അവളുടെ പനിനീർ കവിളിൽ ഒന്നാഴ്ന്നു. പിന്നെ ആ ചുണ്ടുകളും കൂടി ആ കവിളിനെ ഒന്ന് നുണഞ്ഞു വിട്ടു. അവനെ തട്ടിമാറ്റി മോഹിനി ഒന്ന് മുൻപോട്ട് ആഞ്ഞതും അവളുടെ കയ്യിലെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഇത്തവണ ആരാണെന്ന് കൂടി നോക്കാതെ മോഹിനി ആ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു. ഹലോ? ഹലോ മോഹിനി. ജസ്റ്റിൻ ചേട്ടൻ. മോഹിനിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ജസ്റ്റിൻ ചേട്ടാ? കോഫി ഷോപ്പിലെ ആളൊഴിഞ്ഞ മൂലയിലിരുന്ന് ജസ്റ്റിൻ മോഹിനിയുടെ വിളി കേട്ട് മുഖമുയർത്തി. കഴിഞ്ഞ ദിവസം രാവിലെ അപ്രതീക്ഷിതമായാണ് ജസ്റ്റിൻ്റെ ഫോൺ കോൾ മോഹിനിയെ തേടിയെത്തിയത്. താൻ ഇവിടെ മുംബൈയിൽ എത്തിയെന്നും ഒന്ന് നേരിൽ കാണണമെന്നും ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മോഹിനി തന്നെയാണ് ഈ കോഫി ഷോപ്പിൽ വരാനും ഇവിടെ വെച്ച് കാണാമെന്നും പറഞ്ഞത്. മോഹിനിയെ കണ്ട ജസ്റ്റിൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അവളെ വിഷ് ചെയ്തു. ഒരുപാട് നേരമായോ ചേട്ടാ വന്നിട്ട്? ഒരു 10 മിനിറ്റ്. അപ്പോഴേക്കും അവർ ഇരുന്ന ടേബിളിലേക്ക് ഒരു വെയിറ്റർ വന്നിരുന്നു. മോഹിനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ജസ്റ്റിൻ 2 പേർക്കുമായി ഓരോ ക്യാപ്പച്ചീനോ പറഞ്ഞു. എന്താ ചേട്ടാ, എന്താ അത്യാവശ്യമായി കാണാനുണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ മോഹിനി, രാധിക ആൻറ്റിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മുംബൈ അധിഷ്ഠിതമായ പ്രമുഖ മലയാളി വ്യവസായ കുടുംബത്തിൽ നടന്ന സംഭവബഹുലമായൊരു കാര്യം ആളുകളിൽ നിന്നും മറച്ചു വയ്ക്കുക എന്നുള്ളത് അല്ലെങ്കിലും അസാധ്യമായ കാര്യമാണല്ലോ. രാധികയും സുജിത്തുമായുള്ള ബന്ധവും അവർ ആശുപത്രിയിലായ വാർത്തയുമൊക്കെ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇപ്പോൾ ഇതാണ് വാർത്ത.
മീഡിയയുടെ അമിതമായ കടന്നുകയറ്റം മൂലം ഓഫീസിലും വീട്ടിലും സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സൂര്യവർദ്ധൻ. കേട്ടതേ ഞാൻ ആകെ ഷോക്ക്ഡ് ആയി. എനിക്കാണെങ്കിൽ തൻ്റെ കാര്യം ഓർത്തിട്ട് നാട്ടിൽ ഇരിക്കപ്പൊറുതിയുണ്ടായിരുന്നില്ല. എൻ്റെ മമ്മ കൂടി കാരണമല്ലേ താനിവിടെ എത്തിപ്പെട്ടത്. ഹേയ്, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റിൻ ചേട്ടാ. പിന്നെ ചേട്ടൻ്റെ മമ്മ എന്ന രാധിക മാഡത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് എൻ്റെ അവസ്ഥ കണ്ട് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചല്ലേ. ഇപ്പോഴും ഷീല അവളോട് ചെയ്ത ക്രൂരത എന്താണെന്നവൾ തിരിച്ചറിയുന്നില്ലല്ലോ എന്നോർത്ത് ജസ്റ്റിൻ്റെ നെഞ്ച് നീറിപ്പുകഞ്ഞു. എന്നാൽ ജസ്റ്റിൻ്റെ വാക്കുകളിൽ തന്നോടുള്ള ആദി കേട്ടു മോഹിനിയുടെ മനസ്സൊന്ന് നിറഞ്ഞു. ഷീലയ്ക്ക് മോഹിനിയോടൊരു ഇഷ്ടക്കേടുണ്ടെന്നുള്ള രീതിയിൽ അവർ പ്രത്യക്ഷത്തിൽ പെരുമാറാത്തതിനാൽ ഷീല രാധികയുമായി തന്നെ പരിചയപ്പെടുത്തിയത് താൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയെന്നാണ് മോഹിനി ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവരൊക്കെ എന്നോട് നല്ല രീതിയിൽ തന്നെയാ ജസ്റ്റിൻ ചേട്ടാ. ചേട്ടന് സുഖം തന്നെയല്ലേ. ജോൺ സാറും ഷീല മാഡവുമൊക്കെ എന്തു പറയുന്നു. ഷീലയുടെ പേര് കേട്ടതും ജസ്റ്റിന് ആകെ ദേഷ്യം വന്നു. നിനക്കിപ്പോഴും അവരെ മനസ്സിലായില്ലേ മോഹിനി. രാധികയുടെ പ്ലാനൊക്കെ അറിഞ്ഞു വെച്ചിട്ടും സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ ഇങ്ങനെ ഒരു ചതിയിലേക്ക് നിന്നെ മനഃപൂർവ്വം തള്ളിയിട്ട അവരെ. ദേഷ്യത്തിൽ ജസ്റ്റിൻ്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. തൻ്റെ മുമ്പിലിരുന്ന് പല്ല് കടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കുന്ന ജസ്റ്റിൻ്റെ ഭാവം മോഹിനിക്ക് ഇതാദ്യമായാണ് കാണുന്നത്. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ ജസ്റ്റിൻ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുമോ എന്നാലോചിക്കുമ്പോഴും എന്തിനാവും ഷീല മാഡം തന്നെ മനഃപൂർവ്വം ഇങ്ങനൊരു കാര്യത്തിലേക്ക് തള്ളിയിട്ടു എന്ന് ജസ്റ്റിൻ പറഞ്ഞത് എന്നോർത്തു മോഹിനി. ഷീല മാഡം എന്തിനാ ജസ്റ്റിൻ ചേട്ടാ എന്നെ മനഃപൂർവ്വം ഇങ്ങനൊരു കാര്യത്തിലേക്ക് തള്ളിയിടുന്നത്. അത് പിന്നെ മോഹിനി ചോദിക്കുന്നതിന് ഉത്തരം നൽകാൻ ജസ്റ്റിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴും മോഹിനിയോടുള്ള അവൻ്റെ പ്രണയം തുറന്നു പറയാൻ അവനെക്കൊണ്ടാവുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇനിയത് പറഞ്ഞിട്ട് എന്ത് കാര്യം. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. എത്ര തീവ്രമാണെങ്കിലും അതൊരിക്കലും പൂവണിയുകയില്ല. അങ്ങനെയൊന്നാണ് ജസ്റ്റിന് മോഹിനിയോടുള്ള പ്രണയം. ഇനി വൈകിപ്പോയ വേളയിൽ ഞാൻ നിന്നെ പ്രേമിച്ചിരുന്നു മോഹിനി എന്നു പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇന്നവൾ മറ്റൊരാളുടെ ഭാര്യ കൂടിയാണ്. അവളുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമായ കാര്യമാണ് ഈ ജീവിതത്തിൽ അവൾ സംതൃപ്തയാണെന്നുള്ളത്. എന്താ ജസ്റ്റിൻ ചേട്ടാ. അത് പിന്നെ മോഹിനി, അമ്മയ്ക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമായിരുന്നിട്ടും എന്നെക്കൊണ്ടോ പപ്പയെക്കൊണ്ടോ അതിന് സമ്മതിപ്പിക്കാതെ ഇങ്ങനൊരു മാർഗം സ്വീകരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റിൻ ഒരു വിധത്തിൽ വായിൽ വന്നൊരു കള്ളം തട്ടിവിട്ടു. ജോണിനെയും ജസ്റ്റിനെയും തനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതിൽ അവർ വിലക്കിയിരുന്നു എന്നത് മോഹിനിക്ക് പുതിയൊരു അറിവായിരുന്നു. ജസ്റ്റിനിൽ നിന്നും ഇങ്ങനൊരു കാര്യം അറിഞ്ഞ മോഹിനിയുടെ മുഖം ആകെ വിഷണ്ണമായി.